ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ പകുതി വരെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ലാംഗ്വേജ് ഡെവലപ്മെന്റ് ജിപ്സാന ക്ലാസ്സിലുണ്ടായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സില്? ജിപ്സാന കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നോ? ക്ലാസ്സില് അറ്റൻഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണോ ആൾക്കാർ കയറുന്നതെന്ന് എനിക്കറിയില്ല. സൗന്ദര്യം കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നോ? ഇത് നമ്മൾ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിനെ കുറിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാമോ? ഇതൊക്കെയായിരുന്നു എന്റെ പോയിന്റ്സ്. ഓക്കെ മാം, ഈ സ്റ്റേജിൽ കുട്ടികൾ വളരെ പെട്ടെന്ന് ലാംഗ്വേജ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഒരു 2 years ഓൾഡ് ആകുമ്പോൾ കുട്ടികൾ ഒരു 2 വാക്കുകൾ കുറച്ച് വാക്കുകൾ സംസാരിച്ചു തുടങ്ങും. ഒരു 18 to 24 months ഉള്ള ഒരു കുട്ടി പുതിയതായിട്ട് ഒരു 10 to 20 വേർഡ്സ് അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ അക്കോർഡിംഗ് ടു റെസ്നിക് ആൻഡ് ഗോൾഡ്ഫീൽഡ് പറയുന്നുണ്ട്. ഈ 2 word അറ്ററൻസസ് അവർ ഈ 2 വാക്കുകൾ സംസാരിക്കുന്നവർക്ക് ടെലിഗ്രാഫിക് സ്പീച്ച് എന്നാണ് പറയാറ്. സോ ഈ സ്റ്റേജിൽ നമ്മൾ കുട്ടികൾ നമ്മൾ അവർ കറക്റ്റായിട്ട് എങ്ങനെ സംസാരിക്കണം, എന്ത് വാക്കുകൾ ഉപയോഗിക്കണം കറക്റ്റായിട്ട് നമ്മൾ ഗൈഡ് ചെയ്ത് അവർ പറഞ്ഞു കൊടുത്താൽ അവർ പെട്ടെന്ന് കറക്റ്റായിട്ട് ഗ്രാസ്പ് ചെയ്യും. അവർക്ക് ആരോട് എങ്ങനെ സംസാരിക്കണം, അവർ മനസ്സിൽ തോന്നുന്നത് അവർ പറയും. അപ്പോൾ നമ്മൾ അത് കറക്റ്റാക്കി കൊടുത്ത് അവർക്ക് നല്ല വാക്കുകൾ പറഞ്ഞു കൊടുത്തിട്ട് ഗൈഡ് ചെയ്യണം. താങ്ക് യു. ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ബാലൻസ് ആണ് ഞാൻ പറയുന്നത്. സ്റ്റീൻബർഗ്, ഗുഡ് ഈവനിങ്. ഞാൻ പറഞ്ഞത് എല്ലാവരും കേട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ് മുതൽ എല്ലാവരും ഓൺ ടൈമിൽ തന്നെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കയറാൻ നോക്കണം. Steenberg and Mayer reported that young children use strategy called fast mapping, which occurs when a child related a new word to a general domain of meaning immediately after hearing the word for the first time. കുട്ടികൾക്ക് പ്രത്യേകിച്ച് എന്താണ്, ഗ്രാസ്പിംഗ് പവർ കൂടുതലാണ്. അവരെന്ത് പുതിയ കാര്യങ്ങൾ കണ്ടാലും പെട്ടെന്ന് പഠിക്കും. ഒരു പുതിയ വേർഡ് അവർ കേട്ട് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം അവർ കേട്ടാൽ മതി, അവർ പെട്ടെന്ന് അത് ബൈഹാർട്ടാക്കും. നിങ്ങൾ കുട്ടികളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഏതെങ്കിലും ഒരു പുതിയ വാക്ക് അവർ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരു പുതിയ വാക്ക് കേൾക്കുകയാണെങ്കിൽ അവർ ഇത് നമ്മളോട് പറയും. ആ വേർഡ് എങ്ങനെയാണ്, അതിന്റെ അർത്ഥം എന്താണ്, അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് അവർക്ക് ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടായിരിക്കും. ഒരു പുതിയ വേർഡ് ഏതൊരു കുഞ്ഞ് കേട്ടാലും അത് പെട്ടെന്ന് തന്നെ അവർ ബൈഹാർട്ട് ആക്കുകയും ചെയ്യും. ഫസ്റ്റ് ടൈം ആയിരിക്കും അവരിത് കേൾക്കുന്നത്, പക്ഷെ അവർ കറക്റ്റ് ആയിട്ട് ആ വേർഡ് പഠിക്കുകയും അതിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ചിൽഡ്രൻ ഓഫ് ദിസ് സ്റ്റേജ് ടെൻഡ് ടു യൂസ് ഹൂ, വാട്ട്, വെൻ, വേർ ആൻഡ് വൈ വേർഡ്സ് ഫ്രീക്വന്റ്ലി. ഈ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഹൂ, ആര്, വാട്ട്, എന്ത്, വെൻ, എപ്പോൾ, വേർ, എവിടെ, വൈ, എന്തുകൊണ്ട്. ഈ കാര്യങ്ങൾ എപ്പോഴും അവർ ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ വേർഡുകൾ അവർ ഉപയോഗിച്ചിരിക്കും. ഈ ക്വസ്റ്റ്യൻ വേർഡ്സുകൾ അവർ യൂസ് ചെയ്തിരിക്കും. അവർക്ക് എപ്പോഴും ഡൗട്ട്സ് ആണ്. പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് അവർക്ക് അറിയാനുള്ള ആഗ്രഹം വളരെ കൂടുതലാണ്. അപ്പോൾ അവരിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ അവരുടെ പ്രായത്തിന് അനുയോജ്യമായ ആൻസേഴ്സ് നൽകണം. ക്വസ്റ്റ്യൻ അവർ ചോദിക്കുമ്പോൾ നമ്മൾ അവരെ നിരുത്സാഹപ്പെടുത്തരുത്. അവർക്ക് കറക്റ്റായിട്ട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മൾ ആ സംശയം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതാണ് പേരൻസിന്റെയും ടീച്ചേഴ്സിന്റെയും റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ചിൽഡ്രൻ ഓഫ് ദി സ്റ്റേജ് ടെൻഡ് ടു യൂസ് ഹൂ, വാട്ട്, വെൻ, വെയർ ആൻഡ് വൈ വേർഡ്സ് ഫ്രീക്വന്റ്ലി. അവർ തുടർച്ചയായിട്ട് ചോദിക്കും. നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും. അവർ ഒരു കാര്യം തന്നെ ഒരു 9 പ്രാവശ്യം ചോദിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവർ ചോദിക്കുന്നത്. ഇപ്പൊ നമ്മൾ അവരെ വഴക്ക് പറയും. അങ്ങനെ വഴക്ക് പറയരുതെന്നാ പറയുന്നത്. പക്ഷെ ഈവൻ ഞാൻ ഉൾപ്പെടെയുള്ള പേരൻസ് വഴക്ക് പറയാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് സംശയം ചോദിക്കുമ്പോൾ അവരെ വഴക്ക് പറഞ്ഞു വിടും. പക്ഷെ അവരെ വഴക്ക് പറയാതെ അവർ ചോദിക്കുന്ന ചോദ്യം നമ്മൾ മനസ്സിലാക്കി അവരുടെ ഏജ് അനുസരിച്ചുള്ള ആൻസേഴ്സ് കൊടുക്കണം. ഓക്കെ. There are 4 major tasks involved in the 3 successful mastery of speech. ഒരു 4 മേജർ ടാസ്ക് പറയുന്നുണ്ട് സക്സസ്ഫുൾ മാസ്റ്ററി ഓഫ് സ്പീച്ച്.
നല്ലതുപോലെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് 4 മേജർ ടാസ്ക് പറയുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് അതേഴ്സ് സേ. കുട്ടികൾ മറ്റുള്ളവർ എന്താണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. കുട്ടികളെ ഈ ഏർലി ചൈൽഡ്ഹുഡ് പീരീഡിലുള്ള കുട്ടികൾ എന്ന് വെച്ചാൽ 2 to 7 ഇയേഴ്സിൽ അകത്തുള്ള കുട്ടികൾ മറ്റുള്ളവർ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വലിയ ആളുകൾ സംസാരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അതിരുന്ന് ശ്രദ്ധിക്കുന്നത് കേൾക്കാം. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ അത് ശ്രദ്ധിക്കുന്നത് കൊണ്ട് നമ്മൾ എപ്പോഴും നല്ല വാക്കുകളെ പറയാം, മോശം വാക്കുകൾ യൂസ് ചെയ്യാൻ പാടില്ല. ബിൽഡിംഗ് എ വൊക്കാബുലറി, അവരൊരു പദാവലി രൂപീകരിക്കാം. ഓരോ വാക്കുകളൊക്കെ അവർ ചെറുതായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കും. കമ്പൈനിങ് വേർഡ്സ് ഇൻ ടു സെന്റൻസസ്, ചെറിയ ചെറിയ വാക്കുകൾ ഉപയോഗിച്ച് അവർ വാചകങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. ചില കാര്യങ്ങൾ, ചില വാക്കുകൾക്ക് മീനിങ് കാണത്തില്ല, പക്ഷെ അവര് പറയാൻ ശ്രമിക്കാറുണ്ട് ഈ ഏജ് ഗ്രൂപ്പിലുള്ള കുഞ്ഞുങ്ങൾ. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊനൗൺസിയേഷൻ. പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ ഉച്ചാരണം. ഇവർ കറക്റ്റ് ആയിട്ട് ഓരോ വേർഡ് പറയാൻ ശ്രമിക്കും. തെറ്റുണ്ടെങ്കിൽ നമ്മളുടെ ഡ്യൂട്ടി എന്താണ്? അത് നല്ലതുപോലെ ഉച്ചരിച്ചു കൊടുക്കണം. നമ്മൾ തെറ്റുകൾ തിരുത്തിയില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ആ തെറ്റുകൾ തന്നെ ആവർത്തിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ തെറ്റായ ഒരു വാക്ക് അവർ തെറ്റായി ഉച്ചരിക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ആക്കി കൊടുക്കാനുള്ള ഡ്യൂട്ടി പേരൻസിനും ടീച്ചേഴ്സിനും ഉണ്ട്. ഇപ്പോഴും 4 മേജർ ടാസ്ക് ആണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ്? സക്സസ്ഫുൾ മാസ്റ്ററി ഓഫ് സ്പീച്ച്. ഒരു കുഞ്ഞ് നല്ല രീതിയിൽ സംസാരിക്കണമെങ്കിൽ ഈ 4 മേജർ ടാസ്കുകൾ ആവശ്യമാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് അതേഴ്സ് സേ. മറ്റുള്ളവർ എന്താണ് സംസാരിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കാൻ ശ്രമിക്കും. നമ്പർ 2 എന്ന് പറയുന്നത് ബിൽഡിംഗ് എ വൊക്കാബുലറി. ഒരു പദാവലി രൂപീകരിക്കാനായിട്ട് അവർ ശ്രദ്ധിക്കാറുണ്ട്. പദാവലി എന്ന് പറഞ്ഞാൽ അവരുടേതായ കുറെ വേർഡ്സുകൾ, അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കുറെ വേർഡ്സുകൾ, അതിന്റെ മീനിങ്സ് എല്ലാം അവരുടെ മനസ്സിലുണ്ട്. തേർഡ് വൺ എന്ന് പറയുന്നത് കമ്പൈനിങ് വേർഡ്സ് ഇൻ ടു സെന്റൻസസ്. വേർഡ്സുകളെ അവർ സെന്റൻസ് ആക്കി മാറ്റാൻ ശ്രമിക്കും. കുറെ വേർഡുകൾ ചേർത്ത്, ചിലപ്പോൾ അവർ പറയുന്ന വാക്കുകൾക്ക് യാതൊരു അർത്ഥം കാണത്തില്ല, പക്ഷേ അവർ സംസാരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്, സെന്റൻസ് ആക്കി സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊനൗൺസിയേഷൻ. പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ അവർ ഓരോ വേർഡും ഉച്ചരിക്കുന്ന ഉച്ചാരണം അത് കൃത്യമാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അവർ കറക്റ്റ് ആയിട്ടാണ് ഒരു വേർഡ് പറയുന്നത്, അല്ല അവർ തെറ്റായിട്ട് പറയുവാണെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? തിരുത്തി കൊടുക്കണം. അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് അവരെ കൊണ്ട് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ 4 മേജർ ടാസ്കുകൾ ഏതൊക്കെയാണ്? ഷീനയ്ക്ക് ഒന്ന് പറയാമോ? പറഞ്ഞേ. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ മറ്റുള്ളവർ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കും. പിന്നെ അവര് അവരുടേതായ രീതിയിൽ ഓരോ സെന്റൻസുകൾ ഉണ്ടാക്കും. പിന്നെ ചെറിയ വാക്കുകൾ ഉപയോഗിച്ച് വാചകങ്ങൾ അവർ ഉണ്ടാക്കാൻ ശ്രമിക്കും. പിന്നെ പ്രൊനൗൺസിയേഷൻ, അവര് കറക്റ്റ് ആയിട്ട് പറയാൻ ശ്രമിക്കും ഓരോ വേർഡ്സും. അത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ അത് പറഞ്ഞ് തിരുത്തി കൊടുക്കുക. നെക്സ്റ്റ് പ്രിയ ക്ലാസ്സിലുണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞ 4 പോയിന്റ്സ് എന്ന് പറയാമോ? പറയാം. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികള് മേജറായിട്ട് 4 ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്. ഒന്ന്, മറ്റുള്ളവർ പറയുന്നത് അവർ പെട്ടെന്ന് ശ്രദ്ധിക്കും. ഫസ്റ്റ്. സെക്കൻഡ്, അവർ മനസ്സിലാക്കിയ ചില വാക്കുകൾ അവര് പറയാനത് ശ്രമിക്കും. അവര് മനസ്സിലാക്കിയ ചില വാക്കുകൾ നമ്മൾ അവര് അത് നല്ലതാണെന്ന് നല്ല രീതിയിൽ അവർക്ക് അതിന് സപ്പോർട്ട് കൊടുക്കുക, കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി. 3, അവർ വാചകം ഉണ്ടാക്കാൻ ശ്രമിക്കും. അതായത്
എപ്പോഴും അവർ നമ്മുടെ അടുത്ത് ആ ഒരു സെന്റൻസ് ഒന്നോ അതിലധികമോ വട്ടം അവര് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അതിന് കറക്റ്റ് ആയിട്ടുള്ള രൂപം നമ്മൾ അവർക്ക് കൊടുക്കണം. അത് ശ്രദ്ധിച്ച് കുഞ്ഞുങ്ങൾക്ക് അത് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക. വാചകം അവരുടെ വാക്കുകൾ എന്താണോ അത് ശ്രദ്ധിച്ച് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക. പിന്നെ ഉച്ചാരണം കറക്റ്റ് ആയിട്ട് പറയാൻ ശ്രമിക്കുക അവര്. 4-മത്തെ, അതായത് അവരുടെ തെറ്റുകൾ തിരുത്തി ആ ഉച്ചാരണം നമ്മൾ കറക്റ്റ് ആയിട്ട് അവരുടെ തെറ്റുകളെ തിരുത്തി നല്ല രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, താങ്ക് യു. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞത്, it is important to remember that language acquisition is also influenced by experience, especially in the family. Language acquisition is also influenced by experience. Acquisition എന്ന് പറഞ്ഞാൽ കൈവശപ്പെടുത്തുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇവിടെ ലാംഗ്വേജ്, ഭാഷ കൈവശപ്പെടുത്തുക എന്ന് വെച്ചാൽ ഭാഷ പഠിക്കുക എന്നുള്ളത് ഇൻഫ്ലുവൻസ്ഡ് ബൈ, അതിനെ സ്വാധീനിക്കുന്നത് എന്താണ്? എക്സ്പീരിയൻസ് ആണ്. എസ്പെഷ്യലി ഇൻ ദ ഫാമിലി. ഫാമിലിയിലുള്ള എക്സ്പീരിയൻസ് ആണ് ഓരോ കുട്ടികളുടെ ലാംഗ്വേജിനെ കൈവശപ്പെടുത്താൻ, എന്ന് വെച്ചാൽ ലാംഗ്വേജിനെ പഠിക്കാൻ, ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഫാമിലിയിലുള്ള ലാംഗ്വേജ് കറക്റ്റ് ആയില്ലെങ്കിൽ എങ്ങനെ ഇരിക്കും? കുഞ്ഞിന്റെ ലാംഗ്വേജ് എങ്ങനെയാ? കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ നമ്മൾ ഫാമിലിയിൽ പറയുന്ന, പേരൻസ് പറയുന്ന ലാംഗ്വേജ് എപ്പോഴും നല്ല ലാംഗ്വേജ് ആയിരിക്കണം. അത് കേട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അവർ പെട്ടെന്ന്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, മോശം വേർഡ്സുകൾ ആയിരിക്കും പെട്ടെന്ന് അവർ ഗ്രാസ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന ഭാഷ, നമ്മുടെ ഭാഷാ രീതി, നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്, ഇതെല്ലാം കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കും. അവർ വേറൊരു സ്ഥലത്ത് എന്ന് പറയുമ്പോഴാണ് നമ്മൾക്ക് കാര്യം പിടികിട്ടും. അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് എപ്പോഴും എന്തായിരിക്കണം? നല്ലതായിരിക്കണം. എന്നുവെച്ചാൽ ഫാമിലിയിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ ഓരോ രീതികളും പഠിക്കുന്നത്. നല്ലതും ചീത്തയും എല്ലാം പഠിക്കുന്നത് ഫാമിലിയിൽ നിന്നാണ്. അവർക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നത് ഫാമിലിയിൽ നിന്നാണ്. For example, parents who regularly repeat a child's grammatical mistakes and correct it by filling in missing words or replacing wrong words by correct words. ഉദാഹരണമായിട്ട് പറയുന്നത്, parents who regularly repeat a child's grammatical mistake. ചില പേരൻസ് എന്താണ്, കുട്ടികളുടെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് എന്ന് വെച്ചാൽ കുട്ടികൾ പറയുന്ന വേർഡ്സുകളിൽ എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവ തിരുത്താറുണ്ട്. ബൈ ഫില്ലിംഗ് ഇൻ മിസ്സിംഗ് വേർഡ്സ്, അവ കുഞ്ഞ് വിട്ടുപോയിട്ടുള്ള ആ മിസ്സിംഗ് വേർഡ്സുകൾ ഫില്ല് ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങളെ തിരുത്താറുണ്ട്. ഓർ റീപ്ലേസിംഗ് റോങ് വേർഡ്സ് ബൈ കറക്റ്റ് വേർഡ്സ്, കുഞ്ഞുങ്ങൾ തെറ്റായ വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ അത് തിരുത്തി കറക്റ്റ് വേർഡ്സ് യൂസ് ചെയ്യാൻ സഹായിക്കും. Their children will display more complex grammar at an early age than children whose parents ignore grammatical mistakes. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഈ ഗ്രാമർ മിസ്റ്റേക്സ് ഒന്നും ശ്രദ്ധിക്കാത്തുള്ള പേരൻസിന്റെ കുട്ടികളെക്കാൾ മോർ ഇന്റലിജന്റ് ആയി മാറും. എന്ന് വെച്ചാൽ അവർക്ക് ലാംഗ്വേജ് ഉപയോഗിക്കാനായിട്ട് നല്ലതുപോലെ കഴിയും. അപ്പോഴും നമ്മൾ ഫാമിലിയിലുള്ളത് എന്ന് വെച്ചാൽ, ഫാമിലി മീൻസ് പേരൻസ് നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് നല്ലതാക്കാൻ കഴിയുമെന്നാണ് ഇവിടെ പറയുന്നത്. കുഞ്ഞുങ്ങൾ തെറ്റായിട്ട് പറയുമ്പോൾ അതിന്റെ ഗ്രാമർ മിസ്റ്റേക്സ് നമ്മൾ തിരുത്തിയിട്ട് റോങ് വേർഡ്സ് അതിന് പകരം കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ച് സംസാരിക്കാൻ ശീലിപ്പിച്ചാൽ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും, അവർ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്താൽ അവർ പെട്ടെന്ന് തന്നെ കറക്റ്റായിട്ട് അവർ ആ ഭാഷ ഉപയോഗിക്കും. പക്ഷെ നമ്മൾ തിരുത്തി കൊടുത്തില്ലെങ്കിൽ എന്താണ്, അവർ വീണ്ടും ആ തെറ്റായ വേർഡുകൾ മാത്രമേ യൂസ് ചെയ്യുകയുള്ളൂ. Children need to learn to use language successfully in different social contexts. Interaction with adults, other children and family members enables children to learn to maintain a topic of conversation over a time. കുഞ്ഞുങ്ങൾ ഓരോ ഭാഷ പഠിക്കുന്നത് പ്രധാനമായിട്ടും എവിടെ നിന്നൊക്കെയാണ്? ഇന്ററാക്ഷൻ വിത്ത് അഡൽട്സ്. ഇന്ററാക്ഷൻ വിത്ത് അഡൽട്സ് എന്ന് പറഞ്ഞാൽ മുതിർന്നവരുമായിട്ടുള്ള സംഭാഷണങ്ങളിലൂടെ. പിന്നീടോ അതർ ചിൽഡ്രൻ, ഫ്രണ്ട്സിൻ്റെ കൂടെ, മറ്റുള്ള കുട്ടികളുടെ. പിന്നീട് ആൻഡ് ഫാമിലി മെമ്പേഴ്സ്, ഫാമിലിയിലുള്ള അംഗങ്ങളോട്. എനേബിൾസ് ചിൽഡ്രൻ ടു ലേൺ ടു മെയിൻറ്റെയിൻ എ ടോപ്പിക് ഓഫ് കോൺവെർസേഷൻ ഓവർ എ ടൈം. ഈ മുതിർന്ന ആളുകളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അത് ശ്രദ്ധിച്ചിരിക്കും. അവരെന്താണ് പറയുന്നത്,
അവരുടെ മോഡ് ഓഫ് ലാംഗ്വേജ് എന്തൊക്കെയാണെന്ന് അവരിങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. എന്നിട്ട് അവർ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളും ഉണ്ട്. അവർ പറയുന്ന ഭാഷ അവരെന്താണ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നിട്ട് പിന്നീട് അവർ ഈ ലാംഗ്വേജ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോഴും ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അങ്ങനെ എല്ലാവരും കുഞ്ഞുങ്ങളുടെ ഈ ഭാഷയെ ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ നല്ലതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളാണ്. To convey message clearly and to conform to cultural rules that regulate how individuals are supposed to interact. മറ്റുള്ളവർ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, തമ്മിൽ ബന്ധപ്പെടുന്നത്, അതെല്ലാം കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഏത് ലാംഗ്വേജിലൂടെയാണ് സംസാരിക്കുന്നത്, അവർ എന്താണ് പറയുന്നത്, ഇതെല്ലാം കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ വിചാരിക്കും കുട്ടികളൊന്നും ശ്രദ്ധിക്കുന്നില്ല, പക്ഷെ കുഞ്ഞുങ്ങൾ എല്ലാവരെയും നല്ലതുപോലെ വാച്ച് ചെയ്യും. എന്താ കാര്യം? അവർ പറയുന്ന ലാംഗ്വേജ്, അവർ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, എല്ലാം അവർ കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്തിട്ട് പിന്നീട് അവർ ചില സമയങ്ങളിൽ ഈ വേർഡ്സുകൾ യൂസ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവനെ ഇത് എവിടെ നിന്ന് പഠിച്ച് ഈ വാക്കുകളൊക്കെ, നമ്മൾ വീട്ടിൽ പോലും പറയാത്ത വാക്കുകളാണല്ലോ അവർ പറയുന്നതെന്ന് നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. Thus, children learn the useful aspect of language, which is called pragmatics. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ചില നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വേർഡ്സുകൾ ചിലത് പഠിക്കും. അതിനെ പ്രാഗ്മാറ്റിക്സ് എന്നാണ് പറയുന്നത്. പ്രായോഗികത എന്ന് പറയും മലയാളത്തിൽ. ഇതാണ് പ്രാഗ്മാറ്റിക്സ്. Piaget considered preschool child to be limited in their ability to communicate with others because of their geocentrism. പ്രീ സ്കൂൾ ചൈൽഡ് എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളായിരിക്കുമല്ലോ പ്രീ സ്കൂളിലെ കുട്ടികൾ. ആ കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവരോട് ഇന്ററാക്ട് ചെയ്യാനുള്ള എബിലിറ്റി, കഴിവ് കുറവാണ്. മുതിർന്നവരോട് അധികം അവർ സംസാരിക്കാറില്ല. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപാട് മുതിർന്ന ആളുകളോട് അങ്ങനെ അങ്ങോട്ട് മിങ്കിൾ ചെയ്യാറില്ല. അല്ലെങ്കിൽ അത്രയ്ക്ക് അടുക്കുക, അത്രയ്ക്ക് ഇന്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാരോട് മാത്രമേ അവർ ചോദിച്ചാൽ പോലും മറുപടി കൊടുക്കാറുള്ളൂ. ഇപ്പോഴും മുതിർന്ന ആളുകളോട് സംസാരിക്കാനുള്ള എബിലിറ്റി, കഴിവ് അവർക്ക് കുറവാണ്. പിന്നെ ജിയോ സെൻട്രിസിസം എന്നാ പറയുന്നത്. ജിയോ സെൻട്രിസിസം എന്ന് പറഞ്ഞാൽ കേന്ദ്രീകൃതം എന്ന് പറയുന്നത് വെച്ചാൽ അവർ അവരുടേതായ ഒരു ലോകത്തിലായിരിക്കും. അവർ അങ്ങനെയുള്ളവരോട് അധികം സംസാരിക്കാനായിട്ട് പോകാറില്ല. Menuke supports the idea that preschoolers' communication difficulties and states that the difficulty may be due to information processing because they are always egocentric. ഇതിന് മെനിയൂക്ക് എന്ന് പറയുന്ന സ്കോളർ പറയുന്നത് ഈ കുഞ്ഞുങ്ങൾ ഈഗോസെൻട്രിക് ആണെന്ന്, സെൽഫ് സെന്റേഡ്, അവർക്ക് അഹംഭാവികൾ എന്ന് വെച്ചാൽ അവർക്ക് ഒന്നിനെ പറ്റി അറിയില്ല. അപ്പോൾ അവർ മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാൻ വയ്യാത്ത പ്രായമാണല്ലോ പ്രീ സ്കൂളേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മുതിർന്നവരോട് അവർക്ക് ഇന്ററാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവർ ഈഗോ സെൻട്രിക് അല്ലെങ്കിൽ സെൽഫ് സെന്റേഡ് ആയി മാറുന്നുണ്ട് ആ ഏജ് ഗ്രൂപ്പിലുള്ള കുഞ്ഞുങ്ങൾ. പക്ഷെ അവർ മുതിർന്നു വരുന്തോറും മറ്റുള്ളവരുമായിട്ടെല്ലാം ഇന്ററാക്ട് ചെയ്ത് അവർ മറ്റുള്ളവരോട് നല്ലതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ളവരായി മാറുന്നു. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരോട് പിന്നെ അവർക്ക് വയ്യ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരെ മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയണമെന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. ഓക്കെ, പാരഗ്രാഫിനകത്ത് ഒരുപാടൊന്നും പറയുന്നില്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ലാംഗ്വേജ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസിലൂടെയാണ് കിട്ടുന്നത്. ഏത് എക്സ്പീരിയൻസിലൂടെ? നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസിലൂടെയാണ് കുഞ്ഞുങ്ങളുടെ ഓരോ ഭാഷയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് വരിക അല്ലെങ്കിൽ റോങ് വേർഡ്സ് പറയുമ്പോൾ അത് നമ്മൾ കറക്റ്റ് വേർഡ്സ് പറയുകയും ഗ്രാമർ മിസ്റ്റേക്സ് തിരുത്തി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അവരുടെ ലാംഗ്വേജ് സ്കിൽ ഡെവലപ്പ് ആവുകയും ചെയ്യും. പിന്നീട് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആയാലും എന്ത് കാര്യമായാലും അവർ മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ, അഡൽട്സുമായിട്ടായാലും ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടായാലും റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ മാത്രമാണ് അവരുടെ ലാംഗ്വേജ് സ്കിൽ ഡെവലപ്പ് ആകുന്നത്. പിന്നീട് കുഞ്ഞുങ്ങൾ പുതിയ വേർഡുകൾ പഠിക്കും. ആ വേർഡുകൾ അവർക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നതിനെ നമ്മൾ പ്രാഗ്മാറ്റിക്സ് എന്ന് പറയാറുണ്ട്. അതുപോലെ അവർക്ക് മുതിർന്നവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി വളരെ കുറവാണ്. അവർ ഈഗോസെൻട്രിക് അല്ലെങ്കിൽ സെൽഫ് സെന്റേഡ് ആയിരിക്കും. ഇത്രയാണ് നമ്മളുടെ ഈ പോർഷനിൽ പറയുന്നത്. മനസ്സിലായോ?
എന്നുവെച്ചാൽ Yes, നമ്മള് കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ വീട്ടിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും അവര് നമ്മള് ശ്രദ്ധിക്കാറില്ല. കുഞ്ഞുങ്ങള് ചില വേർഡുകൾ പറയുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെടാറുണ്ട്. എന്താണ് ഇവർ ഈ വേർഡുകൾ എങ്ങനെ പഠിക്കുന്നു, അല്ലെങ്കിൽ വേറെ വെളിയിൽ നിന്ന് ഒരു വേർഡ് പഠിച്ചുകൊണ്ട് വന്നാലും നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അവര് തെറ്റായ വേർഡ്സുകൾ പറയുമ്പോൾ നമ്മളത് പറയരുത് എന്ന് പറഞ്ഞിട്ട് അവരെ തിരുത്തി കൊടുക്കണം. അവർ ഗ്രാമർ മിസ്റ്റേക്സ് വരുത്തുകയാണ് സംസാരിക്കുന്നതിന്, അവർ ഗ്രാമർ മിസ്റ്റേക്സ് വരുത്തുകയാണെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം നമ്മൾ പേരൻസിന്റെയും ടീച്ചേഴ്സിന്റെയും കടമയാണ്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫും കൂടെ നോക്കുക. Play is considered as the process through which children learn. Piaget believed play promotes cognitive knowledge. According to him, there are 3 kinds of knowledge such as physical, logical, mathematical, and social. Children learn these through active involvement. Froebel, Montessori, and Piaget considered the importance of play in cognitive development. Therefore, play has important role in language development too, as intelligence and language go hand in hand. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങളുടെ കളി എന്ന് വെച്ചാൽ ഔട്ട്ഡോർ ഗെയിംസ് ആയാലും ഇൻഡോർ ഗെയിംസ് ആയാലും അവരെ ഓരോ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യിക്കേണ്ടത് ഓരോ പേരൻസിന്റെയും കടമയാണ്. അവരെ നമ്മൾ വീട്ടിൽ അടച്ചിട്ട് വളർത്താതെ അവര് ഗെയിംസിലും പ്ലേസിലും എല്ലാം പങ്കെടുക്കാനായിട്ട് നമ്മൾ എപ്പോഴും അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, അവരുടെ മെന്റൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് വളരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കളി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ പ്ലേ പ്രൊമോട്ട്സ് കോഗ്നിറ്റീവ് നോളജ്, അവർക്ക് ഇന്റലക്ച്വൽ നോളജ് ഉണ്ടാകുന്നത് കളിയിലൂടെയാണ്. അക്കോർഡിംഗ് ടു ഹിം there are 3 kinds of knowledge. 3 തരത്തിലുള്ള നോളജ് ആണ്. ഫിസിക്കൽ ആയിട്ടുള്ള നോളജ്, ലോജിക്കൽ, മാത്തമാറ്റിക്കൽ ആൻഡ് സോഷ്യൽ. ലോജിക്കൽ യുക്തിപരമായിട്ടും അത് എന്താണ് മാത്തമാറ്റിക് പരമായിട്ടും ആൻഡ് സോഷ്യൽ സാമൂഹ്യപരമായിട്ടും 3 നോളജ് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത് പ്ലേയിലൂടെയാണ്. Froebel, Montessori, and Piaget considered the importance of play in cognitive development. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ പ്ലേക്കുള്ള പ്രാധാന്യത്തെ പറ്റി ഫ്രോബെല്ലും മോണ്ടിസോറിയും പിയാഗറ്റും പറയുന്നുണ്ട്. Therefore, play has an important role in language development. അതുപോലെ തന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റിലും പ്ലേക്ക് പ്രധാനപ്പെട്ട ഒരു റോളാണ് ഉള്ളത്. ആസ് ഇന്റലിജൻസ് ആൻഡ് ലാംഗ്വേജ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. ഇന്റലിജൻസും ലാംഗ്വേജും ഒരു കൈകോർത്ത് നടക്കുന്ന വസ്തുക്കളാണ്. എന്ന് വെച്ചാൽ ഇന്റലിജന്റും ലാംഗ്വേജും ഇല്ലാതെ ഒരു കാര്യങ്ങളും നടക്കില്ല. ഇന്റലിജന്റ് ഉണ്ടാകണമെങ്കിലും ലാംഗ്വേജ് നല്ലതുപോലെ ആവണമെങ്കിലും എന്താണ് പ്ലേക്ക് അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണുള്ളത്. ഇപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ കളിക്കാൻ പുറത്തൊക്കെ വിടണം, അല്ലാതെ വീട്ടിൽ അടച്ചിടരുത്. അത് കൂടുതൽ ഓവർ അഫെക്ഷൻ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ബാധിക്കും. ഓവർ അഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെ എങ്ങും ആരുമായിട്ടും സഹകരിക്കാതെയും കളിക്കാതെയൊക്കെ വീട്ടിൽ വിളിച്ചിരുത്തി കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയാൻ വയ്യാതെ വരും. ഫ്രണ്ട്സിനോട് പോലും ചില കുട്ടികൾ കൂട്ടുകൂടാതിരിക്കും. അതിന് കാരണം എന്താണ്, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഒറ്റപ്പെട്ടു പോകത്തേ ഉള്ളൂ. മറ്റുള്ളവരോട് നമ്മൾ ഇന്ററാക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ ലാംഗ്വേജും അവരുടെ കൾച്ചറും എല്ലാം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതെല്ലാം ഒന്ന് എല്ലാവരും നോക്കിയിട്ട് വരണം. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. Thank you, ma'am. Thank you, ma'am. Good night. Good night. Thank you. Good night.